ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഒ രാജഗോപാൽ തുടങ്ങിയ നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ തലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് സംസ്ഥാന നേതൃയോഗം ചർച്ച ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, ജില്ലാതലത്തിലെ റിപ്പോർട്ട് തന്നെ എല്ലാ ജില്ലകളിലും ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായി ഈ തെരഞ്ഞെടുപ്പിൽ എന്ന വിലയിരുത്തലായിരുന്നു. അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നേതൃയോഗമാണ്, സംസ്ഥാന നേതൃയോഗമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഒപ്പം തന്നെ മുതിർന്ന ബി.ജെ.പി. നേതാവ് ഒ രാജഗോപാൽ അടക്കം ബി.ജെ.പിയുടെ സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ കേരളത്തിലെ ചുമതലയുള്ള കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, ഒപ്പം തന്നെ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ളവർ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഓരോ ജില്ലാ അധ്യക്ഷന്മാരും ഒപ്പം തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിന്റെ ഭാഗമാകുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ ഈ നേതൃയോഗത്തിൽ പ്രധാനമായുമുള്ള അജണ്ട. മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പിക്ക് കാഴ്ചവെക്കാനായി, എൻ.ഡി.എ ഏത് തരത്തിൽ മുന്നേറി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ യോഗം പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നതിൽ. എ ക്ലാസ് മണ്ഡലങ്ങളിലുണ്ടായ വോട്ട് ഷെയർ കൂടിയതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ബി.ജെ.പിയിലേക്ക് കൂടുതലായി എത്തിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരവ് അത് എത്രത്തോളം പാർട്ടിക്ക് ഗുണം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളും യോഗം വിലയിരുത്തുന്നുണ്ട്. പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ എൻ.ഡി.എക്കും ബി.ജെ.പിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെ ഉയർന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധിക്കും. ഒപ്പം തന്നെ ഓരോ ജില്ലയിലെയും പ്രാദേശിക കണക്കുകൾ ഉൾപ്പെടെ ജില്ലാ അധ്യക്ഷന്മാർ അവതരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും 10:30 ആരംഭിച്ച നേതൃയോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വൈകിട്ട് 3 മണിയോടുകൂടി യോഗം പൂർത്തിയായതിനു ശേഷം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സമഗ്ര അവലോകനം കൂടിയായി ഇന്നത്തെ ബി.ജെ.പി. നേതൃയോഗം മാറുമെന്നുള്ളതിൽ സംശയമില്ല. അനു